5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ഈ അടുത്ത സമയത്തുണ്ടായത്. ഉറങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തെ യാതൊരു തരത്തിലും അവധാനതയില്ലാതെ ഉണർത്തിയെടുത്ത് അതിൻ്റെ ശിക്ഷ വാങ്ങിച്ചെടുക്കേണ്ട ഒരു ദുസ്ഥിതിയിലേക്ക് ഒരു രാഷ്ട്രം പോയി എന്നുള്ളത് എത്ര സങ്കടകരമായ ഒരവസ്ഥയാണ്. കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി പാകിസ്ഥാൻ സർക്കാർ ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യശേഷിയില്ലാത്ത, വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഒരു ഭരണ സംവിധാനം, അതുപോലെ തന്നെ ഒരു സേനാ സംവിധാനം ലോകത്തെ ഒരു രാജ്യത്തും ഉണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നന്നായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സ്വയംകൃത അനർത്ഥത്തിലൂടെ നശിച്ചു പോയ ഒരു രാജ്യമായി മാറുന്നു എന്ന് പറഞ്ഞാൽ പോലും അധികപ്പറ്റാവുകയില്ല. എന്താണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ സംഭവിച്ചത്? യാതൊരു തരത്തിലും ഒരു പ്രകോപനവും സൃഷ്ടിക്കാതെ ഇന്ത്യ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അരയും തലയും മുറുക്കി മൂന്നാം മോഡി സർക്കാർ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് നിരപരാധികളായ 26 വിനോദസഞ്ചാരികളെ ഈ കശ്മീരിൻ്റെ പഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഭീകരന്മാർ നുഴഞ്ഞു കയറി തോക്കിനിരയാക്കിയത്. ആരെയും അത്ഭുതപ്പെടുത്തിയതിനേക്കാൾ ഉപരിയായി ആക്ഷരികമായി ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യാതൊരു പ്രകോപനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടാകാതിരുന്ന ഒരു സമയത്താണ് ഭീകരന്മാർ നുഴഞ്ഞു കയറി ഈ പറയുന്ന നിരപരാധികളായിട്ടുള്ള 26 പേരുടെ ജീവനെടുത്തത്. ആ ജീവനെടുത്തതിന് പുറകിൽ നടന്ന ഒരു നാടകത്തെ കേൾക്കുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞെട്ടലല്ല, കടുത്ത അവജ്ഞയാണ് ഉണ്ടാകുന്നത്. അതായത് ഈ സഞ്ചാരികളോട് ഈ ഭീകരന്മാർ ചോദിച്ചത്രേ, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്? അവർ അടയാളം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ അവർ തിരിച്ചറിഞ്ഞു അവരാഗ്രഹിക്കുന്ന മതത്തിൽ പെടാത്ത ആളുകളാണ് എന്നറിഞ്ഞപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രൂരമായി മൃഗീയമായി തോക്കിനിരയാക്കുന്ന ഒരു സംഭവമാണ് പഹൽഗാമിൽ 2025 ഏപ്രിൽ 22 നടന്നത്. അപ്പോഴും ആവുന്നത്ര ഇന്ത്യ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. അവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ട്. അത് കാലക്രമേണ ഇന്ത്യ അതിന് ഉത്തരം നൽകേണ്ടതായിട്ടും വരും. കാരണം ഈ നുഴഞ്ഞുകയറ്റക്കാരായ ഭീകരന്മാർ എങ്ങനെ ഇന്ത്യൻ അതിർത്തിയിൽ വന്നു? ഇന്ത്യയുടെ അതിർത്തിയിലെ കാവൽ സംവിധാനത്തിൻ്റെ പരാജയമാണോ, അതിനകത്തുള്ള എന്തെങ്കിലും തകരാറുകളാണോ എന്ന് തീർച്ചയായും ഇന്ത്യ ഗവൺമെൻറ് പരിശോധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. ഈ ഭീകരന്മാർ അതിർത്തി കടന്ന ഇന്ത്യയുടെ പ്രദേശത്ത് കടക്കുകയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലെത്തിയ ആളുകളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുമ്പോൾ അവരുടെ പുറകിൽ എത്രയോ, ഈ ഭീകരന്മാരുടെ പുറകിൽ എത്രയോ വലിയ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് എന്ന കാര്യം എപ്പോഴും ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ പൊതുസമൂഹം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് വളരെ നന്നായിട്ടറിയാം യാതൊരു കാരണവശാലും ഇന്ത്യയോട് ഒരു സൈനിക ഏറ്റുമുട്ടലിൽ മുൻകൈ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന്. കാരണം ചരിത്രം പരിശോധിക്കുമ്പോൾ മുൻപ് നടന്നിട്ടുള്ള എല്ലാ ഏറ്റുമുട്ടലുകളിലും തകർന്ന പരാജയമാണ്, തകർന്നടിഞ്ഞാണ് പാകിസ്ഥാന് പിന്മാറേണ്ടതായി വന്നത്. 1971 അവർക്കുണ്ടായ നഷ്ടം ചരിത്രം ഒരിക്കലും മാറ്റിമറിക്കാൻ സാധ്യമല്ലാത്ത സംഭവമാണ്. അവരുടെ രാജ്യം തന്നെ രണ്ടായി പിളർന്ന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു പുതിയ രാജ്യം ഉണ്ടാകേണ്ട സാഹചര്യം 1971 ഉണ്ടായി. അതും സ്വയംകൃത അനർത്ഥം കൊണ്ട് സംഭവിച്ചതല്ലേ? യാതൊരു വിചാരവുമില്ലാതെ, മുൻകരുതലില്ലാതെ, ആസൂത്രണമില്ലാതെ, നയതന്ത്രജ്ഞതയില്ലാതെ, സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം വരുത്തി വയ്ക്കുന്ന വിനയും നഷ്ടവുമാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾ കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ പാകിസ്ഥാൻ്റെ ആ നില എത്ര ശോചനീയമായി തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ഒരു സംഖ്യ. അത് അവർ തിരിച്ചറിയുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അവർക്ക് മാനം രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് കരുതേണ്ടത്. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളൊന്നുമല്ല ഇപ്പോഴും പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വെടിനിർത്തൽ ഉടമ്പടി, ഒരു
ഒരു പരസ്പര ധാരണ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് പോലും പിന്നെയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ പാകിസ്ഥാൻ്റെ ചില ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ അവർ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നു എന്ന് പറയുന്നതിന് സമാനമായുള്ള അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. അവർ തന്നെ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണല്ലോ ഇന്ത്യയിലെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിച്ചു പറയുന്നു ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണെന്ന്. അത് തന്നെ പൂർണ്ണമായ കീഴടങ്ങലിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? പരാജയത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലേ? യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയതാരാണ്? പാകിസ്ഥാനാണെന്ന് ലോകരാഷ്ട്രങ്ങളും ഇന്ത്യക്കും നന്നായിട്ടറിയാം. എന്നിട്ട് അവർ തന്നെ പറയുകയാണ് ഞങ്ങൾക്കിനി നിൽക്കക്കള്ളിയില്ല, മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവർ എത്രമാത്രം അപമാനിതരാകുന്നു ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇന്ത്യ ആ ഭാഗത്തുണ്ടാക്കി. സ്വാഭാവികമാണ്, എത്ര ചെറിയ ഏറ്റുമുട്ടലാണെങ്കിലും ഇരുഭാഗത്തും ആൾനാശമുണ്ടാകും, വസ്തുക്കൾക്ക് നാശമുണ്ടാകും, സാമ്പത്തികമായി ഒരുപാട് നഷ്ടമുണ്ടാകും, വളരെ കോടിക്കണക്കിന് ശതകോടികൾ വിലയുള്ള യുദ്ധ ഉപകരണങ്ങൾ വിമാനങ്ങളൊക്കെ നശിപ്പിക്കപ്പെടും. അതൊക്കെ സ്വാഭാവികമാണ്, ചെറിയ ഏറ്റുമുട്ടലാണെങ്കിലും വലുതാണെങ്കിലും ഉണ്ടാകും. എന്നാൽ അതുകൊണ്ട് രാഷ്ട്രത്തിനുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ വലിപ്പം തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് പാകിസ്ഥാൻ ഉണ്ടായ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നടത്തിയതായിട്ടുള്ള യാതൊരു പ്രകോപനവുമില്ലാതെ നടത്തിയതായിട്ടുള്ള ഭീകരന്മാരെ വെച്ചുണ്ട കളി പാകിസ്ഥാൻ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇന്ത്യ ഒരു കാരണവശാലും ഈ ക്ഷമാശീലം കാട്ടുകയില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇനിയും ഭീകര ആക്രമണമാണ് ഉണ്ടാകുന്നെങ്കിൽ പോലും അതിനെ യുദ്ധമായി തന്നെ കരുതി അത് കൈകാര്യം ചെയ്യുമെന്ന് ഇന്ത്യ വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കാണേണ്ടത്, ഈ തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിന് പാകിസ്ഥാൻ ശ്രമിച്ചപ്പോൾ ലോകത്തിലെ ഒരു രാഷ്ട്രം പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നില്ല. വെറും ശുഷ്കമായിട്ടുള്ള ഒരു രാഷ്ട്രമായ തുർക്കിയാണ് അവർക്ക് പിന്തുണയുമായി വന്ന് രംഗത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചത്. തുർക്കിയെക്കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത്രയും നന്ദി കെട്ട ഒരു രാജ്യം. തുർക്കിയിൽ ഈ അടുത്ത കാലത്ത് ഒരു പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ സഹായവുമായി ആദ്യം ഓടിയെത്തിയ രാജ്യമാണ് ഇന്ത്യ. അതവർ നന്ദി കെട്ട് അത് വിസ്മരിച്ചുകൊണ്ടാണ് അവർ പാകിസ്ഥാൻ്റെ ഈ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചത്. അത് പോകട്ടെ, തുർക്കിക്ക് എന്ത് നേടാനിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. തുർക്കിക്കൊന്നും ഇന്ത്യയോടൊന്നും ഏറ്റുമുട്ടാനുള്ള ഒരു 1000-1 ശക്തി പോലും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ തുർക്കിയുടെ സ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തുർക്കിയുടെ പിന്തുണയൊന്നുമല്ല പ്രധാനമായിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വടി കൊടുത്ത് അടി വാങ്ങിച്ച ഒരു ദുരന്തത്തിലേക്കാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ഒരാഴ്ചയായി എത്തിപ്പെട്ടിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരിക്കുന്നു. അവരുടെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയൊക്കെ ആകെ തകർന്നിരിക്കുന്നു. അന്നന്നത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ ഇപ്പോൾ IMFൻ്റെ പടിക്കൽ പോയി കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. അത്ര ദയനീയമായ ഒരവസ്ഥയിലേക്ക് അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ രാജ്യത്തെ ജനങ്ങളെയും കൊണ്ടെത്തിച്ചു എന്നുള്ളത് സങ്കടകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ താൽക്കാലികമായി ഇന്ത്യയുമായി ഉണ്ടായിരിക്കുന്ന വെടിനിർത്തലാണെങ്കിൽ പോലും മറ്റ് പല ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇനിയും പാകിസ്ഥാൻ അനുഭവിക്കാൻ പോവുകയാണ്. സിന്ധു നദിയിൽ നിന്നുള്ള ജലം ഇല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ ഭൂമിയെല്ലാം വരണ്ടുണങ്ങി അവരുടെ കൃഷി മുഴുവൻ നശിക്കും. ആ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു നിലപാട് മാറ്റിയിട്ടില്ല. സിന്ധു നദീജലം കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊരു പുനരാലോചന ഉണ്ടായില്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാവി വളരെയധികം ഇരുണ്ടതായിരിക്കും. നശിച്ച് നാമാവശേഷമായി പോകുന്ന ഒരു രാജ്യമായി പോകും. അതുകൊണ്ട് അവർ ഇസ്ലാമികമായ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള ആശയങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് ഭീകരന്മാരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള ചാവേറുകളെ ഉപയോഗിച്ച് ഇന്ത്യയെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധികൾ പാകിസ്ഥാനായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ത്യക്ക് കുറേ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായി സാധിക്കും. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന ഒരു ന്യൂയിസൻസ് വാല്യൂ ഉള്ള ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. അതുകൊണ്ട് പാകിസ്ഥാൻ ഇനിയും ഇതുപോലെയുള്ള ഒരു തീക്കളിക്ക് ശ്രമിക്കുകയില്ല. അവർ മാന്യമായി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടി
ഈ വെടിനിർത്തൽ ഉടമ്പടി പാലിക്കുകയാണ് അവർക്ക് നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഭാവിക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇനിയും ചർച്ചകളിലൂടെ മാത്രമേ ഈ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലം കൊടുക്കുന്നതിനെക്കുറിച്ച് പോലും ഇന്ത്യ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ. എന്നാലും ഇനിയും ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിനിടയ്ക്കൂടെ വന്ന ഒരു വാർത്തയാണ് ഇതിൽ അമേരിക്ക ഇടപെട്ടാണ് ഈ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയത് എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നു. അതൊക്കെ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതായ പ്രതിപക്ഷ മുന്നണി തന്നെ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഈ മോദി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അടിയന്തരമായി ഇത് വ്യക്തമാക്കണം. ഇന്ത്യ ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ ഇത് ട്രംപിൻ്റെ എന്തായിരുന്നു റോള്, ട്രംപ് ഇടപെട്ടു എന്ന് പറയുന്നത് ശരിയാണോ? അതോടൊപ്പം തന്നെ വളരെ കാര്യമായ ഒരാവശ്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ അടിയന്തരമായ സമ്മേളനം അല്ലെങ്കിൽ സർവകക്ഷി സമ്മേളനം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചുകൂട്ടി ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി സമൂഹത്തെ ധരിപ്പിക്കണം. ഇനിയും ഇതുപോലെയുള്ള ഒരു അപകടങ്ങൾ ഉണ്ടാകാൻ ഒരു തരത്തിലും അനുവദിച്ചുകൂടാ. അതിർത്തിയുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ നുഴഞ്ഞുകയറ്റക്കാരെ ഒരു കാരണവശാലും പ്രവേശിക്കാൻ അനുവദിച്ചുകൂടാ. ഈ തരം ചോദ്യങ്ങൾക്കും നരേന്ദ്രമോദിയുടെ സർക്കാർ ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രതിപക്ഷ കക്ഷികൾ കൊടുത്തതായിട്ടുള്ള പിന്തുണ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പിന്നിൽ അണിനിരുന്നതെന്ന യാഥാർത്ഥ്യവും നാം കാണേണ്ടതുണ്ട്. എന്നാലും വസ്തുതകൾ വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. അതാണ് ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും.